കണ്ണൂർ ചെറുപുഴയിൽ പ്രളയ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രക്ഷാപ്രവർത്തകൻ ആർ രാജേഷിന് വിട നൽകിയ നാട്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എന്നിവർ രാജേഷിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. നാട് ദുരന്തത്തെ നേരിട്ടപ്പോഴൊക്കെ സഹായത്തിന്റെ ആൾരൂപമായിരുന്നു രാജേഷ്. രക്ഷാപ്രവർത്തനത്തിലെ സജീവ സാന്നിധ്യമായിരുന്ന രാജേഷ് ഇനിയില്ല എന്ന് വീടിനും നാടിനും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം കല്ലിയൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാജേഷിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിലെത്തിക്കുമ്പോൾ നാട് വിതുമ്പുകയായിരുന്നു. ഇവരൊക്കെ നാട്ടുകാർ മൊത്തം പറഞ്ഞു, നീ കയറി വാ മതിയെന്ന്. എന്നിട്ട് വീണ്ടും ഒരാൾ കൂടെ അക്കരെ ഒന്ന് വിളിക്കുന്നത് കണ്ടുകൊണ്ടാണ് വീണ്ടും അയാളെ പോയി ഇവൻ്റെ കൂടെ ഊരി കൊടുത്ത് അയാൾക്ക് ഇട്ടുകൊടുത്ത് അതിനെ പിടിച്ച് ഇക്കരെ കൊണ്ടാക്കിയപ്പോഴാണ് അവിടെ വന്നിട്ട് പൊട്ടേ മുങ്ങേന്ദ്ര ഇത് കൈവിട്ട് പോയിരുന്നത്. സാമ്പത്തിക പരാധീനതകൾ ഏറെയുള്ള പണിതീരാത്ത വീടിന് നാഥനായിരുന്നു രാജേഷ്. പാതി വഴിയിൽ നിലച്ച വീടിന് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് സർക്കാരിന്റെ ഉറപ്പ്. പ്രളയജലത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവൻ പൊലിഞ്ഞ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശിയും ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലകനുമായ ആർ രാജേഷിൻ്റെ വിയോഗം വലിയ വേദനാജനകമാണ്. രാജേഷിൻ്റെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കാനും ഉള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. കുത്തിയൊലിച്ച ചെറുപുഴയിലെ മീൻതുള്ളിത്തുരുത്തിലകപ്പെട്ട കർഷകൻ ബെന്നിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. ലൈഫ് ജാക്കറ്റ് ഊരി ബെന്നിക്ക് നൽകിയിരുന്നു. വർഷങ്ങളായി അഡ്വഞ്ചർ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന രാജേഷ് 2018 പ്രളയസമയത്തും 2024 വയനാട് ദുരന്തത്തിലും രക്ഷാപ്രവർത്തനത്തിന് സജീവ സാന്നിധ്യമായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.